അമേരിക്കക്കാരനായ റോബർട്ട് ഫ്രാൻസിസ് ആണ് പുതിയ പോപ്പായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഈ പോപ്പിനെ ലൂയി 14 എന്ന പേരാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ പോപ്പിനുണ്ടായിരുന്ന ഒരു ജനപ്രിയത അറിയാം. എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും അദ്ദേഹം ഒരു പുരോഗമനപരമായ നിലപാടുകൾ സ്വീകരിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ഈ പോപ്പിന് അത്ര ഒരു പിന്തുടർച്ച ഉണ്ടാകുമോ എന്നുള്ളത് കൂടിയിട്ടാണ് നമ്മൾ പരിശോധിക്കുന്നത്. നിഷാദ്, ഈ പോപ്പിനെ തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹം സ്വീകരിച്ച പേരുണ്ട്. അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ തൊഴിലാളികളോട് അനുഭാവം പുലർത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന ആളായിരിക്കും എന്നാണ് പൊതുവെ വരുന്ന ചർച്ചകളൊക്കെ. എങ്ങനെയാണ് കാണുന്നതിന്? ഈ പോപ്പ് ഒരു പുരോഗമനകാരി ആയിരിക്കുമോ അതൊരു പാരമ്പര്യവാദിയായിരിക്കുമോ? പുരോഗമന സ്വഭാവമുള്ള നിലപാടുകൾ സ്വീകരിച്ചതിൻ്റെ പേരിലാണ് ഫ്രാൻസിസ് പാപ്പ ലോകമാകെ തന്നെ ഒരു വലിയ അക്സെപ്റ്റൻസ് ഉള്ള ആളായിട്ട് മാറിയിട്ടുള്ളത്. കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ എന്ന കേവലമായ പരിധിക്ക് അപ്പുറത്ത് പോയിട്ട് ലോകമാകെ സ്വീകാര്യത ഉണ്ടാക്കുകയും ഈ മാർജിനലൈസ് ചെയ്യപ്പെട്ട മനുഷ്യർക്ക് ഭയങ്കര പ്രത്യാശ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തതാണ് അദ്ദേഹം. കാരണം ലോകത്തൊരു വലിയ നേതാവ്, അധകൃതരായ മനുഷ്യർ, അധകൃതെന്ന് പറയാൻ പറ്റില്ല, ഇപ്പോൾ LGBTQ പോലെയൊക്കെയുള്ള വരയ്ക്ക് പുറത്ത് പോയ മനുഷ്യർക്ക് പ്രത്യാശ ഉണ്ടാക്കുന്ന ഒരാൾ സംസാരിക്കുമല്ലോ. ഇപ്പോൾ ട്രംപിനെ പോലുള്ള ആൾക്കാരിൽ അവരെ ചവിട്ടി മതിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ അവരെ കൂടി മനുഷ്യരായിട്ട് പരിഗണിക്കണം, അവരെ വിധിക്കാൻ കേവലം മർത്യനായ ഞാനാര് എന്ന് ചോദിച്ച ആളാണ് ഫ്രാൻസിസ് പാപ്പ. അപ്പോൾ തൊഴിലാളി അനുകൂല നിലപാടുകൾ അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നിലപാടുകൾ എന്നത് സ്വാഭാവികമായും കത്തോലിക്ക സഭയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ സ്വീകരിക്കേണ്ട നിലപാടാണ്. പക്ഷേ കത്തോലിക്ക സഭ സാധാരണ നിലക്ക് സ്വീകരിക്കാൻ സാധ്യതയില്ലാത്ത ചില സംഗതികളുണ്ട്. അതാണ് ഈ LGBTQ പോലെയുള്ള വിഷയങ്ങളിലെടുത്തിട്ടുള്ള, അല്ലെങ്കിൽ കത്തോലിക്കരുടെ വിവാഹമോചനം പോലുള്ള കാര്യങ്ങളിൽ തുറന്ന സമീപനം സ്വീകരിച്ചിട്ടുള്ള ഒന്ന്. അത് സാധാരണയിൽ നിന്ന് അപ്പുറം പോയിട്ടുള്ള ഒരു നിലപാടാണ്. അതിൽ പുതിയ പോപ്പ് എന്തുമാത്രം നിലപാടെടുക്കും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റേതൊക്കെ ഇത്തരം കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് നിലപാട് ഇതിനു മുമ്പ് പുറത്തു വരികയോ അങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം എടുക്കാമെന്ന പൊസിഷൻ എന്തായിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ അത് എടുക്കുമോ ഇല്ലയോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. അത് എടുക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല എന്ന് കത്തോലിക്ക സഭയുടെ ആഭ്യന്തര സംവിധാനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഫ്രാൻസിസ് പാപ്പ ഈ നിലപാട് സ്വീകരിക്കുമ്പോൾ കത്തോലിക്ക സഭ ഒന്നാകെ, ലോകത്താകമാനം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന നിലയല്ല എടുത്തത്. LGBTQ പോലുള്ള വിഷയങ്ങൾ അദ്ദേഹം എടുത്ത നിലപാടുകളെ യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ പിന്തുണ കിട്ടി. അതേസമയം ഏഷ്യൻ ആഫ്രിക്കൻ റീജിയനിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് അത്ര യോജിപ്പുണ്ടായിരുന്നില്ല. കുറച്ചുകൂടി പാരമ്പര്യ സ്വഭാവത്തിലാണ് ആളുകൾ അതിനോട് പ്രതികരിച്ചത്. കത്തോലിക്ക സഭയുടെ അടിസ്ഥാന നൈതിക മൂല്യത്തിൽ നിന്ന് അദ്ദേഹം വേർപെട്ടു പോകുന്നു എന്ന അഭിപ്രായം പങ്കുവച്ചവർ കേരളത്തിൽ പോലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് എന്തുമാത്രം എളുപ്പമായിരിക്കും ഈ ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ച നിലപാടുകൾ പിന്തുടരാൻ എന്നത് ഉറ്റുനോക്കേണ്ട കാര്യമാണ്. കത്തോലിക്ക സഭയ്ക്കകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ റിഫ്റ്റുണ്ട് പാരമ്പര്യവാദികളും നവീനവാദികളും തമ്മിൽ. അവരെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം ആഭ്യന്തരമായി അദ്ദേഹത്തിനുണ്ട്. ഒരു സംഘടനാ ചീഫ് എന്ന നിലയ്ക്ക് അങ്ങനെ നോക്കിയാൽ അതിൻ്റെ കൂടെ വേണം അദ്ദേഹത്തിൻ്റെ പൊസിഷനും പ്രധാനമാവുക. അതുകൊണ്ട് അദ്ദേഹം അത് പ്രഖ്യാപിക്കുമ്പോൾ ഏതെങ്കിലും ഒരു നിർണായക ഘട്ടത്തിൽ പറയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റൂ. പിന്നെയൊന്ന് പാപ്പ സ്വീകരിച്ചിരുന്ന യുദ്ധവിരുദ്ധതയാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഔദ്യോഗിക വാഹനം പോലും കുട്ടികളുടെ ആംബുലൻസായി കൊടുത്തല്ലോ. പിന്നെ അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ഈസ്റ്റർ സന്ദേശം പോലും യുദ്ധവിരുദ്ധമായ നിലപാടുകൾ ഊന്നി പറയുന്നതായിരുന്നു. അപ്പം അങ്ങനെ കാർക്കശ്യ സ്വഭാവമുള്ള പൊളിറ്റിക്കലായ ലോകത്തെ മനുഷ്യൻ്റെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾക്കകത്ത് നിരന്തരം ഇടപെടുകയും അഭിപ്രായം പറയുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു ഇടപെടുന്ന പാപ്പയായിട്ട് അദ്ദേഹം മാറുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരാളെയാണ്, ആവശ്യം അങ്ങനെ ഒരാളാണ്. കത്തോലിക്ക സഭയ്ക്ക് അതിൻ്റെ റെലവൻസ് നിലനിർത്താൻ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക, അഭിപ്രായങ്ങൾ പറയുക, മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾ ഇടപെടുക. ഒപ്പം പുതിയ കാലത്ത് മനുഷ്യർ നേരിടുന്ന പുതിയ പ്രതിസന്ധികളുണ്ട്. വിവാഹമായാലും കൊള്ളാം, ഇപ്പോൾ ഈ പറഞ്ഞ സെക്ഷൽ സംഗതികളായാലും കൊള്ളാം. ഇതിനകത്തെല്ലാം അഭിപ്രായം പറയാനും കമൻറ്റ് ചെയ്യാനും നിലപാട് പറയാനും സഭയ്ക്ക് ബാധ്യതയുണ്ട്. കാരണം സഭ ലോകത്തെ ഏറ്റവും വലിയ വിശ്വാസി സമൂഹത്തിൻ്റെ പ്രതിനിധാനമാണ്. അപ്പോൾ അതിലെങ്ങനെയാണ് ഇടപെടുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. കുറേ ചലഞ്ചസും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഫ്രാൻസിസ് പാപ്പ ഇതിനകത്ത് ഈ കത്തോലിക്ക സഭ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി അതിനകത്തെ പുരോഹിതർക്കെതിരെ വരുന്ന ലൈംഗിക അതിക്രമ പരാതികളാണ്. ആ പരാതികളോട് കാലാകാലങ്ങളിൽ ശരിയാവണ്ണമുള്ള സമീപനം സ്വീകരിച്ചിട്ടില്ല എന്നുള്ള വിമർശനം അതിനെക്കുറിച്ചുണ്ട്. ഇപ്പോൾ ഈ ഒരു ബിഷപ്പ് കോൺഫറൻസ് ഒക്കെ വിളിച്ചു ചേർത്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഫ്രാൻസിസ് പാപ്പ ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണാർത്ഥത്തിൽ വിജയിച്ചിട്ടില്ല. അപ്പോൾ അത് എന്തുമാത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇദ്ദേഹത്തിന് കഴിയും, എന്തുമാത്രം അതിൽ സുതാര്യത കൊണ്ടുവരാൻ കഴിയും, ശരിയാവണ്ണമുള്ള പരിശോധന, നിയമ നടപടി ഇതൊക്കെ പ്രഖ്യാപിക്കാൻ കഴിയും എന്നുള്ള ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. സ്ത്രീകളുടെ പരാതികൾ, സ്ത്രീകളുടെ അക്കമഡേഷൻ ഒരു പ്രധാന കാര്യമാണ്. സ്ത്രീകളെ കുറച്ചുകൂടി പരിഗണിക്കേണ്ടതുണ്ട് സഭ എന്നുള്ള അഭിപ്രായമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഡീക്കൺ ബോളിൽ ഏർപ്പാടാക്കുന്നത് അതിന് വേണ്ടിയാണ്. എന്നാൽ അതിൻ്റെ ആവശ്യമില്ലാന്ന് വിചാരിക്കുന്ന പാരമ്പര്യവാദികൾ അതിനകത്തുണ്ട്. സഭയ്ക്കൊരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റം അനുസരിച്ച് മാത്രമേ പോകാൻ പാടുള്ളൂ, അതിനപ്പുറത്തേക്ക് അതിനെ കൊണ്ടുവന്നത് അതിൻ്റെ അടിസ്ഥാനം ഇളകി പോകുന്ന പരിപാടിയാണെന്ന് അഭിപ്രായമുള്ളവരുണ്ട്. അപ്പോൾ അതെങ്ങനെയായിരിക്കും ഇദ്ദേഹം ഡീൽ ചെയ്യാൻ പോകുന്നത്? ഇപ്പോൾ 2012 മുതൽ 2022 വരെയുള്ള ഒരു കണക്ക് പ്രകാരം കത്തോലിക്ക സഭയിൽ നിന്ന് 10,000-ലധികം കന്യാസ്ത്രീകൾ ഉപേക്ഷിച്ച് പോയി എന്ന് പറയുന്നുണ്ട്. കാരണം അവർ അക്കമഡേറ്റ് ചെയ്യപ്പെടുന്നതെന്ന് മാത്രമല്ല, ലോകത്താകമാനം തന്നെ കന്യാസ്ത്രീ മഠങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഇടിവ് നേരിടുകയാണ്. എണ്ണത്തിൽ പുതിയ ആളുകളൊന്നും കന്യാസ്ത്രീ ആവാൻ തുനിഞ്ഞു വരുന്നില്ല. അത് ലോകത്തെ ഒരു ആഗോള പ്രതിഭാസമാണ്.
അപ്പോൾ ഈ കന്യാസ്ത്രീകൾ ആയി തിരുവസ്ത്രമിട്ടതിന് ശേഷം ഉപേക്ഷിച്ച പോലുള്ള കണക്കാണ് ഈ കാണാൻ പറ്റുക. 10,000-കണക്കിന് ആളുകൾ കത്തോലിക്ക സഭയുടെ വിശ്വാസം തന്നെ ഉപേക്ഷിച്ച് പോകുമെന്ന് പറയുമ്പോൾ എല്ലായിടത്തും പോകുന്നില്ല. ഇപ്പം ജർമ്മനി, യൂറോപ്യൻ രാജ്യങ്ങളാണ് കൂടുതൽ പോകും. അമേരിക്ക, പ്രത്യേക ഏഷ്യൻ ആഫ്രിക്കൻ റീജിയനിൽ ഒക്കെ ആളുകളുടെ എണ്ണം കൂടുന്നുണ്ട്. കൂടുതൽ ആളുകൾ കത്തോലിക്ക മതം, ക്രിസ്ത്യൻ മതം സ്വീകരിക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മൾ കാണേണ്ട കാര്യമാണ്. അപ്പോൾ ഇതൊരു പ്രതിസന്ധിയാണ്. ഒരു വശത്ത് ആൾ കൂടുമ്പോൾ വലിയ ഒരു ഈ പോപ്പ് അമേരിക്കയിൽ നിന്നാണ്. അപ്പോൾ അവിടെയൊക്കെ ആളുകൾ ക്രിസ്ത്യാനിറ്റി ഉപേക്ഷിക്കുന്ന ഒരു ട്രെൻഡുണ്ട്. അപ്പോൾ വിശ്വാസത്തിലേക്ക് ആളുകളെ തിരിച്ചു കൊണ്ടുവരിക, യുവാക്കളെ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരിക, അവരുടെ പ്രശ്നങ്ങൾ സംസാരിക്കുക, ഇന്നത്തെ ലോകത്തിൻ്റെ പ്രശ്നമായ വാർ, യുദ്ധങ്ങളെക്കുറിച്ച്, പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുക പോലുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ. അപ്പം സഭയ്ക്കകത്തുനിന്ന് കേൾക്കുന്ന ഇത്തരം മോശം ശബ്ദങ്ങൾ, സെക്ഷൽ അട്രോസിറ്റീസ് പോലുള്ള പ്രശ്നങ്ങൾക്കകത്ത് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കാൻ കഴിയുക പോലുള്ള സംഗതികളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന വിശാലമായ കരങ്ങൾ നീട്ടി നിൽക്കുന്ന ഒരു പോപ്പായിട്ട് ഇതിന് മാറാൻ പറ്റുമോ എന്ന് ചോദ്യമുണ്ട്. പിന്നെ ഒരു അവസാനം എനിക്ക് തോന്നുന്നത് എന്താണ് ഒരു പോപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു എന്താണ് അതിൻ്റെ ഒരു റെലവൻസ് എന്നാണ്. ഒരു സമുദായത്തിൻ്റെ ഒരു ചീഫായിരിക്കുന്ന ഒരാൾ, അയാൾ നിശബ്ദനായിരിക്കാം, വേണമെങ്കിൽ സംസാരിക്കുകയും ചെയ്യാം. പക്ഷേ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ AI ടെക്നോളജി വരുന്നു, ധാർമ്മികത വലിയ ചോദ്യം ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വരുന്നു, നമ്മൾ ജനറ്റിക്കായിട്ടുള്ള മറ്റേ ഈ സാധനങ്ങളൊക്കെ വരുന്നു. അങ്ങനെ ആ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്ന കാലത്ത് മനുഷ്യർ ധാർമ്മികമായ ആശയക്കുഴപ്പത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോൾ ഒരു ആത്മീയ വഴികാട്ടിയാവാൻ ഇത്തരം മതസ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾക്ക് ശരിയാവണ്ണം പ്രവർത്തിച്ചാൽ കഴിയേണ്ടതാണ്. അപ്പോൾ അത്ര ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റുന്ന, പുതിയ കാലത്തിൻ്റെ വിളംബരവും ശബ്ദവും കേൾക്കുന്ന, അതിനൊപ്പിച്ച് നിലപാട് സ്വീകരിക്കുന്ന, അതിനൊപ്പിച്ച് സഭയെ ആകമാനം ചലിപ്പിക്കാൻ കഴിയുന്ന ഒരാളാകുമോ അദ്ദേഹം എന്നാണ് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് ഫ്രാൻസിസ് പാപ്പയുടെ പിന്തുടർച്ചക്കാരനാകാൻ കഴിഞ്ഞാൽ അത് ലോകത്തിന് വലിയ വെളിച്ചമായിരിക്കും. നൗഫലെ, ഈ പുതിയ പോപ്പ് ആരായിരിക്കും എന്നുള്ള ചർച്ചകൾ നടക്കുമ്പോൾ ഈ റോബർട്ട് ഫ്രാൻസിസിൻ്റെ പേരങ്ങനെ ഉയർന്നു കേട്ടിരുന്നില്ല. പിന്നീടാണ് അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയായിട്ട് പുള്ളി വരുന്നത്. ഈ റോബർട്ട് ഫ്രാൻസിസ് ആണെങ്കിൽ ട്രംപിൻ്റെ കുടിയേറ്റ വിരുദ്ധതയ്ക്ക് എതിരെ അടക്കമുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ള ആൾ കൂടിയിട്ടാണ്. അപ്പോൾ ഇതൊക്കെ കൊണ്ടുകൂടിയിട്ട് പിന്നെ അദ്ദേഹം തിരഞ്ഞെടുത്ത പേരടക്കം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണോ? ആ പറഞ്ഞ സംഗതി അതിലുണ്ട്. കാരണം ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയമായി ഏറ്റവും പവർഫുള്ളായ രാജ്യമാണ് അമേരിക്ക. അവിടുന്ന് ഏറ്റവും ധാർമ്മിക ശക്തിയായ കത്തോലിക്ക സഭയുടെ സർവ നേതാവായാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ ആ ഒരു സംഗതി ഉണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈ ട്രംപിനോട് അത്രത്തോളം അടുത്ത നിലപാടല്ല സ്വീകരിച്ചിരുന്നത്. ഒരു സൂപ്പർ പവർ എന്നുള്ള നിലക്ക് ഉള്ള അമേരിക്കയുടെ ആ ഒരു നെഗളിപ്പുണ്ടല്ലോ, അതിനെ അംഗീകരിക്കുന്ന രീതിയിലല്ല അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളതെന്നാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്. അപ്പം അദ്ദേഹം ആ രീതിയിലേക്ക് പോകുമെന്ന് തോന്നുന്നില്ല. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്ന തൊട്ടുടനെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ അദ്ദേഹം സമാധാനത്തെക്കുറിച്ചാണ് ആദ്യം തന്നെ സംസാരിച്ചത്. അത് വലിയ പ്രതീക്ഷ നൽകുന്നത്. കാരണം ഈ യുദ്ധത്തിൻ്റെ കാലത്ത് സമാധാനത്തെക്കുറിച്ച് എപ്പോഴും പറയാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്, നമ്മളെല്ലാം സമാധാനിപ്പിക്കുന്ന കാര്യമാണ്. ഫ്രാൻസിസ് പാപ്പയുടെ കാര്യത്തിലായാലും ആ ഒരു സംഗതി നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അവസാന പ്രസംഗത്തിലും അവസാനത്തെ വാക്കുകളും അദ്ദേഹം പറഞ്ഞത് യുദ്ധത്തിനെതിരായിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ ഒരു കാലം പലയിടത്തും യുദ്ധകാഹളം മുഴങ്ങുന്നു, ചിലയിടത്ത് യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ഏറ്റവും സമുന്നതനായ ഒരു മത നേതാവ് അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ പറയുന്നത് വലിയ സമാധാനം നൽകുന്ന കാര്യമാണ്. പിന്നെ ഈ പറയുന്ന അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം, അദ്ദേഹം നല്ലൊരു കേൾവിക്കാരനാണെന്നുള്ളതാണ്. നല്ലൊരു കേൾവിക്കാരനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനാകാൻ പറ്റുക എന്നുള്ളതാണ്. ഒരാളുടെ ആപലാതി കൃത്യമായി കേൾക്കാൻ കഴിയുക, ലോകത്തെ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ കൃത്യമായി അറിയാൻ സാധിക്കുക, ഒരു കുടിയേറ്റ ജനതയുടെ ആവശ്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുക. ഇങ്ങനെ ഇതെല്ലാം അറിഞ്ഞാലും കേട്ടാലും ഒക്കെയാണല്ലോ ഒരാൾക്ക് അത് എന്താണ്, അതിനെന്ത് പ്രതിവിധി എന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെ നല്ലൊരു കേൾവിക്കാരനാണ് അദ്ദേഹമെങ്കിൽ അത് ലോകത്തിന് വലിയൊരു ഗുണം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ മറ്റൊരു കാര്യം, ഈ ട്രംപിൻ്റെ ഈ നിലപാടുകളെ, കുടിയേറ്റം, അതോടൊപ്പം തന്നെ LGBT ഈ വിഷയങ്ങളിലൊക്കെ നേരത്തെ വാഷിങ്ടൺ ബിഷപ്പ് ഒരു നിലപാടൊക്കെ സ്വീകരിച്ചിരുന്നു. അതിനോടടുത്ത നിലപാടാണ് ഇദ്ദേഹവും സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഫ്രാൻസിസ് പാപ്പയുടെ പിൻഗാമിയായിട്ട് നമുക്ക് ഇദ്ദേഹത്തെ പെടുത്താൻ പറ്റും. പിന്നെ അദ്ദേഹം അമേരിക്കക്കാരനാണ്, അതുകൊണ്ട് മാത്രമായിരിക്കില്ല. അദ്ദേഹം 12 വർഷം മുമ്പ് പറ്റും അദ്ദേഹം ട്വിറ്റർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹം വളരെ സജീവമായിട്ട് കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്ന, ലോകത്തെ അറിയുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആ നിലക്കൊക്കെ നോക്കുമ്പോൾ
ഇദ്ദേഹത്തിൻ്റെ പിൻഗാമിയാവാൻ പറ്റിയ ഒരാൾ തന്നെ ആയിരിക്കും എന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ പേര് തീരെ പറഞ്ഞു കേട്ടിരുന്നില്ല. അപ്രതീക്ഷിതമായാണ് അദ്ദേഹത്തിൻ്റെ പേര് വന്നത്. അതിനുള്ളിൽ നടക്കുന്ന വോട്ടിംഗ് പാറ്റേണൊക്കെ നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അവരുടെ രീതി അവർക്ക് അതൊരു അപ്രതീക്ഷിതമായി വന്നതാണെങ്കിൽ തന്നെയും എല്ലാവരും നല്ല വാക്കുകൾ തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹം കേരളത്തിൽ മുമ്പ് വന്നിട്ടുണ്ട്, അതേക്കുറിച്ചൊക്കെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പം ഈ പറയുന്ന പോലെ സമാധാനത്തിന് വേണ്ടി എപ്പോഴും ശബ്ദിക്കുന്നൊരു പാപ്പയായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് കേട്ടോ, ട്രംപിൻ്റെ കുറിച്ചൊരു വാർത്ത. ഐ എം പ്ലീസ്ഡ് ടു അനൗൺസ് ദാറ്റ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ഹാവ് അഗ്രീഡ് ടു ആൻ ഇമ്മീഡിയറ്റ് സീസ് ഫയർ. സമ്മതിച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. രണ്ട് രാജ്യങ്ങളും അങ്ങനെയെങ്കിൽ സമാധാനത്തിൻ്റെ വാർത്തയാണ്. അതെ, സമാധാനത്തിൻ്റെ ആ വാർത്ത ഉണ്ടാകട്ടെ. പാപ്പയെക്കുറിച്ച് സംസാരിച്ചപ്പോഴേ സമാധാനമാണ്. അതെ, എന്തായാലും ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ച വ്യത്യസ്ത നിലപാടുകൾ കൊണ്ടാണ് അദ്ദേഹം ലോകമെങ്ങും ശ്രദ്ധിക്കപ്പെട്ടത്. അത്തരം കരുത്തുറ്റ നിലപാടുകൾ വ്യത്യസ്ത വിഷയങ്ങളിൽ റോബർട്ട് ഫ്രാൻസിസിന് കൈക്കൊള്ളാൻ സാധിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.